ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മാർച്ച് 3 ചന്ദ്രഗ്രഹണമാണ്. ചൊവ്വാഴ്ച ദിവസമാണ്. അന്നേ ദിവസം ചന്ദ്രന് ഇന്ത്യയൊട്ടാകെയും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ചന്ദ്രൻ ഏകദേശം ഒരു ഓറഞ്ച് കലർന്ന ഒരു നിറത്തിലാണ് നമുക്ക് ദൃശ്യമാകുന്നത്. അന്നേ ദിവസം ഓറഞ്ച് കലർന്ന ആ ഒരു നിറത്തിൽ കാണപ്പെടുന്ന ചന്ദ്രന് ബ്ലഡ് മൂൺ എന്നാണ് പറയുന്നത്. ആ ഒരു ദിവസം ജ്യോതിഷ ശാസ്ത്രപ്രകാരം തന്ത്രശാസ്ത്രപ്രകാരവുമൊക്കെ ഗ്രഹണ സമയം എന്നത് പ്രപഞ്ചത്തിൽ വലിയ ഊർജ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലയളവാണ്. അതിനാൽ തന്നെ ക്ഷേത്രങ്ങളിൽ ഈ സമയത്ത് ഒരു പ്രത്യേക നിഷ്കർഷകളൊക്കെ ക്ഷേത്രങ്ങളിൽ പാലിക്കാറുണ്ട്. അതായത് മാർച്ച് 3, 2026 ചന്ദ്രഗ്രഹണം ഇവിടെ ആചരണീയം ആയതിനാൽ തന്നെ ക്ഷേത്രനടകൾ വൈകിട്ട് 3:19 മുതൽ വൈകിട്ട് 7 മണി വരെ അടച്ചിടാനാണ് മിക്ക തന്ത്രികളും തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഉത്തമമായൊരു തീരുമാനവുമാണ്. ആറ്റുകാൽ പൊങ്കാലയും ഈ ഒരു ദിവസമാണ്. അവിടെ വൈകിട്ട് 3:10 മുതൽ സന്ധ്യയ്ക്ക് 7 വരെ ക്ഷേത്രനട അടച്ചിടും. ആറ്റുകാൽ പോലെയുള്ള അമ്മയുടെ ആ ഒരു സന്നിധി പോലെ എല്ലാ ക്ഷേത്രങ്ങളിലും 3:10 മുതൽ 7 മണി വരെ ക്ഷേത്രനട അടച്ചിടും. അതായത് ഗ്രഹണം തുടങ്ങുന്നതിന് കൃത്യം ഒരു 12 മണിക്കൂർ മുമ്പ്, സൂര്യഗ്രഹണമെങ്കിൽ ഒരു 9 മണിക്കൂർ മുമ്പും, ചന്ദ്രഗ്രഹണമെങ്കിൽ അത് സൂര്യഗ്രഹണമാണെങ്കിൽ 12 മണിക്കൂറും, ചന്ദ്രഗ്രഹണമാണ് 9 മണിക്കൂർ മുമ്പും ആഹാര പാനീയങ്ങൾ വർജിക്കണമെന്നാണ് നിയമം. അതായത് വേദകാലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ക്ഷേത്രനട അടയ്ക്കുന്നത് സാധാരണയായി ഗ്രഹണം ആരംഭിക്കുന്നതിന് 3 മുതൽ 4 മണിക്കൂർ മുമ്പാണ്. ഗ്രഹണത്തിൻ്റെ അശുദ്ധി, അതായത് സൂതകം എന്നാണ് അതിന് പറയുന്നത്. ഈ തന്ത്രശാസ്ത്രപ്രകാരവും ജ്യോതിഷശാസ്ത്രപ്രകാരവും ആ ഗ്രഹണത്തിൻ്റെ അശുദ്ധിക്ക് പറയുന്ന പേര് സൂതകമെന്നാണ്. അത് വിഗ്രഹത്തിൽ ഏൽക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഗ്രഹണം ആരംഭിക്കുന്ന സമയം മുതൽ അത് പൂർണ്ണമായി അവസാനിക്കുന്നത് എന്ന് പറയുന്ന അവസാനിക്കുന്ന കാലഘട്ടത്തിന് മോക്ഷകാലമെന്നും ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിന് സുതകമെന്നും ആണ് പറയുന്നത്. ആ മോക്ഷകാലം വരെയാണ് ക്ഷേത്രനട അടച്ചിടേണ്ടത്. കേവലം ഈ ഗ്രഹണത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് മാത്രമല്ല, മറിച്ച് ഗ്രഹണത്തിൻ്റെ സ്പർശകാലം മുതൽ മോക്ഷകാലം വരെ നട അടച്ചിടണം. അതായത് ഗ്രഹണം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ നട അടച്ചിടണമെന്ന് സാരം. ഇനി ഗ്രഹണം പൂർണ്ണമായി അവസാനിച്ചാൽ ഉടനെ തന്നെ നട തുറക്കാനായിട്ട് പാടില്ല. ഗ്രഹണം കഴിഞ്ഞ് ബിംബത്തിലും ക്ഷേത്രത്തിനകത്തും ഒക്കെ ശുദ്ധി വരുത്തണം. അതായത് ശുദ്ധി കലശവും നട തുറക്കലുമാണ് അടുത്ത കടമ്പ എന്ന് പറയുന്നത്. എന്നിട്ട് വേണം നമ്മൾ പുണ്യാഹം ചെയ്ത ഗ്രഹണം കഴിഞ്ഞ് നട തുറന്ന് ബിംബത്തിൽ ശുദ്ധി കലശം പുണ്യാഹം ചെയ്യുക എന്ന് പറയും. അത് നടത്തിയതിന് ശേഷം മാത്രമേ സാധാരണ പൂജകളൊക്കെ ക്ഷേത്രങ്ങളിൽ ആരംഭിക്കാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹണം കഴിഞ്ഞ് ഏകദേശം 1 മുതൽ 2 മണിക്കൂർ വരെ ശുദ്ധീകരണ ചടങ്ങുകൾക്കായിട്ട് എടുത്ത ശേഷമേ ഭക്തർക്ക് അവിടെ ദർശനം അനുവദിക്കാറുള്ളൂ. ഇനി ഗ്രഹണ സമയത്തെ ആചാരങ്ങളെക്കുറിച്ച് പ്രധാനമായും പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരളത്തിലെ ആചാരങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. അത് ഗ്രഹണ സമയത്തെ അശുദ്ധിയും പരിഹാര ക്രിയകളും ഒക്കെ ഈ തന്ത്രസമുച്ചയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ജ്യോതിർനിബന്ധനം എന്ന് പറയുന്നത് ഗ്രഹണ സമയത്ത് ഭക്ഷണക്രമവും സ്നാനവും ദാനവും എന്നിവയെക്കുറിച്ചാണ് ഈ ജ്യോതിർനിബന്ധത്തിൽ പറയുന്നത്. ഈ ജ്യോതിർനിബന്ധം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ദേവീ ഭാഗവതത്തിലും വരാഹപുരാണത്തിലും ഗ്രഹണ സമയത്ത് ജപം നടത്തുന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രസമുച്ചയമാണെങ്കിലും ഗ്രഹണ സമയത്തെ പൊതുവായ ആചാരങ്ങളെക്കുറിച്ച് സ്മൃതികളിലും പറഞ്ഞിട്ടുണ്ട്. തന്ത്രസമുച്ചയം പോലുള്ള തന്ത്ര ഗ്രന്ഥങ്ങളും സ്മൃതികളും പ്രകാരം ഗ്രഹണം എന്നത് പ്രപഞ്ചത്തിലെ ഊർജ വ്യതിയാന സമയത്തെയാണ് കുറിക്കുന്നത്. അത് വിഗ്രഹ ചൈതന്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ഗ്രഹണസ്പർശകാലം മുതൽ മോക്ഷകാലം വരെ നട അടച്ചിടുകയും മോക്ഷത്തിന് ശേഷം പുണ്യാഹം നടത്തി ശുദ്ധി കലശമൊക്കെ ചെയ്ത് അവിടെ ശുദ്ധി വരുത്തിയതിന് ശേഷം ദീപാരാധനയും പൂജകളും നടത്താവൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്.
ഇനി പ്രധാന പ്രമാണ ഗ്രന്ഥങ്ങളിലെ തന്ത്രസമുച്ചയത്തിലെ കേരള ക്ഷേത്ര ആചാരങ്ങളുടെ ഭരണഘടന എന്നാണ് ഈ തന്ത്രസമുച്ചയത്തെ വിശേഷിപ്പിക്കുന്നത്. ഗ്രഹണം മൂലമുണ്ടാകുന്ന ആ ബിംബശുദ്ധി കുറവിനെ പരിഹരിക്കാനായിട്ട് പുണ്യാഹം നടത്തണമെന്ന് ഇതിൽ നിഷ്കർഷിക്കുന്നു. അതിൽ പ്രത്യേകം പറയുന്നു, ഗ്രഹണ സമയത്തിന്, അതായത് ആ ഗ്രഹണ സ്പർശനത്തിന് മുൻപ് വിഗ്രഹം മൂടി വയ്ക്കുന്നതിനെക്കുറിച്ചും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഗ്രഹണം കഴിഞ്ഞ ബിംബം, അതായത് വിഗ്രഹം കഴുകി ശുദ്ധി വരുന്നതിനെക്കുറിച്ചുമൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി സ്മൃതി രത്നാവലിയിൽ പറയുന്നത് ഗ്രഹണ സമയത്തെ വേദകാലത്തെക്കുറിച്ചും ഭക്ഷണവർജനം, ക്ഷേത്ര ദർശനാനേത്രങ്ങളെക്കുറിച്ചുമൊക്കെ സ്മൃതി രത്നാവലി പറയുന്നു. സൂര്യഗ്രഹണേ തു പൂർവം യാമചതുഷ്ടയം ചന്ദ്രഗ്രഹണേ തു യാമത്രയം. അതായത് സൂര്യഗ്രഹണത്തിന് 4 യാമം, അതായത് 12 മണിക്കൂർ മുമ്പും ചന്ദ്രഗ്രഹണത്തിന് 3 യാമം, അതായത് 9 മണിക്കൂർ മുമ്പും ആഹാരം ഉപേക്ഷിക്കണം എന്ന ഒരു നിയമം ഇതിൽ പറയുന്നുണ്ട്. ഇതിനോട് അനുബന്ധിച്ചാണ് ക്ഷേത്ര നടകളും ഒക്കെ ആ ഒരു ക്രമീകരണം അവിടെ നടത്തുന്നത്. ഇവിടെ ക്ഷേത്രതന്ത്രിയുടെ വാക്കാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ സ്വീകരിക്കണം, അവർ പറയുന്നത് കേൾക്കണം. ക്ഷേത്രങ്ങളിലെ ആ ഒരു നിത്യ ദാന ചടങ്ങുകളിലെ ഗ്രഹണം വരുത്തുമ്പോൾ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗ്രഹണം മോക്ഷം പ്രാപിച്ചാൽ, അതായത് അവസാനിച്ചാൽ ഉടൻ തന്നെ സ്നാനം ചെയ്യണമെന്നും ക്ഷേത്ര വിഗ്രഹത്തിന് അഭിഷേകം നടത്തി ശുദ്ധി വരുത്തണമെന്നും പറയുന്നു. ഈ വരാഹ പുരാണത്തിൽ പറയുന്നത് ഗ്രഹണ സമയത്ത് വിഗ്രഹം സ്പർശിക്കുന്നത് നിഷിദ്ധമാണെന്നും ആ സമയത്ത് ജപങ്ങളും ധ്യാനങ്ങളും മാത്രമേ പാടുള്ളൂ എന്നുമാണ് വരാഹ പുരാണത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് പൂജാരിമാർ പോലും ശ്രീകോവിലിൽ അടച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത്, അടച്ചിട്ടിട്ടാണ് അവർ ധ്യാനിക്കുന്നത്. അത്രയ്ക്കും ഒരു എന്താ പറയുക, ഈ ഗ്രന്ഥങ്ങളിൽ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്തും ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്തും ക്ഷേത്രങ്ങളിൽ ആചരിക്കേണ്ട അല്ല, ക്ഷേത്രങ്ങളിൽ നമ്മൾ പരിപാലിക്കേണ്ട കുറേ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ഈ വരുന്ന മാർച്ച് 3 ചന്ദ്രഗ്രഹണത്തിൻ്റെ അന്നും വൈകിട്ട് 7 മണി കഴിഞ്ഞ്, ആ ഒരു മോശകാലം കഴിഞ്ഞതിന് ശേഷം ശുദ്ധിയൊക്കെ വരുത്തി ഭഗവാന് നമുക്ക് ദീപാരാധനകളും പൂജകളും സമർപ്പിക്കാവുന്നതാണ്. അത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ചന്ദ്രഗ്രഹണ സമയത്തും സൂര്യഗ്രഹണ സമയത്തും അടച്ചിടുന്നത്.